ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റിയ പാലക്കാട് പല്ലശ്ശന സ്വദേശി വിനോദിനെ വീണ്ടും സ്കൂളിലേക്ക് എത്തി. കൃത്രിമ കൈ പിടിപ്പിച്ച് 5.5 മാസത്തിന് ശേഷമാണ് വിനോദിനെ തൻ്റെ പ്രിയപ്പെട്ട സ്കൂളിലേക്ക് മടങ്ങിയെത്തിയത്. സന്തോഷാണോ? ഏതാ ഇന്ന് എക്സാം? ഏതാ? പരീക്ഷ ഇല്ലല്ലേ? അപ്പൊ കൂട്ടുകാരെല്ലാം കാണാൻ പറ്റുന്ന സന്തോഷം. എന്താണ് ഒരു ആഗ്രഹം പഠിച്ചിട്ട്? എല്ലാവരും ഞങ്ങൾക്ക് ചെയ്തു തരാം. നല്ലോണം പഠിക്കണം. എങ്ങനെയാണ് ഇപ്പം പഠനം? ഓൺലൈനായിട്ടാണോ? അമ്മയാണോ പഠിപ്പിച്ചത്? അമ്മയാണോ പഠിപ്പിച്ചത്? ശരി, ശ്യാം പ്രസാദ് ഉത്തമനുണ്ട് വിവരങ്ങളുമായി. ശ്യാം, സങ്കടമാണ് കുഞ്ഞിൻ്റെ കാര്യമെങ്കിലും ഇനി അതിനെയൊക്കെ മറികടന്ന് ആ കുഞ്ഞിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് സ്കൂളൊക്കെ ആ കുട്ടിക്ക് നൽകുന്ന ഒരു കരുതൽ? അതിവിഷയം എന്തായാലും സ്കൂള് ഈ വർഷം കൂടിയേ ഈ വിനോദിനിക്ക് സ്കൂളിൽ പഠിക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത വർഷം 5ാം ക്ലാസ്സിലേക്ക് ചേരണം. അതുകൊണ്ട് തന്നെ പുതിയ സ്കൂളിലേക്ക് മാറ്റവും വേണം. എന്തായാലും നിലവിൽ ഇപ്പോൾ വിനോദിനിക്ക് ഇന്ന് മലയാളം പരീക്ഷയാണ്. എന്തായാലും കൃത്രിമക്കായി പിടിപ്പിച്ച ശേഷം വിനോദിനി മലയാളം പരീക്ഷ എഴുതുവാനായിട്ടാണ് സ്കൂളിലേക്ക് എത്തിയത്. ടീച്ചർമാരെല്ലാവരും ചേർത്ത് പിടിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ വലത് കൈ വെച്ചാണ് എഴുതാറുള്ളത്. പക്ഷേ പണ്ട് തൊട്ടേ ഈ വിനോദിനി ഇടത് കൈ പരിശീലിച്ചുകൊണ്ട് എഴുത്തും കാര്യങ്ങളും ഒക്കെ ഇടത് കൈക്ക് തന്നെയാണ് പോകുന്നതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4ാം ക്ലാസ്സിലെ മലയാളം പരീക്ഷ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലമാണ് വലത് കൈ വിനോദിനിയുടെ മുറിച്ചു മാറ്റേണ്ടി വന്നത്. തുടർന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇടപെട്ടാണ് വിനോദിനിക്ക് കൃത്രിമക്കൈ വെച്ച് നൽകിയത്. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് ഈ അപകടം സംഭവിക്കുന്നത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ് കൈയൊടുകയും തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. അവിടെ നിന്ന് പ്ലാസ്റ്റർ ഇട്ടത് പിഴവുണ്ടായി. പ്ലാസ്റ്റർ ഇട്ട കൈയിൽ പിന്നെ പഴുപ്പ് കൂടി അണുബാധയുണ്ടായി. പിന്നെ ആ കൈ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ സസ്പെൻഷൻ ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അമ്മയെന്ന് പ്രതികരിക്കുണ്ടായത് ഈ സസ്പെൻഷൻ കൊണ്ട് മാത്രം എന്ത് ശരി ശ്യാമ, നമുക്ക് വിനോദിനിയുടെ അമ്മയുടെയും അധ്യാപികയുടെയും പ്രതികരണങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. സഹായം കിട്ടിയിട്ടില്ല. അത് മറ്റേ 2 ലക്ഷം രൂപ ദുരിതാശ്വാസത്തിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ളൂ. വേറെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് എൻ്റെ മോൾക്കുള്ള സഹായങ്ങളൊക്കെ എല്ലാം നമുക്ക് കിട്ടിയതുമാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇത് ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ എന്തായാലും അവർക്കായിട്ട് ഒരു വലിയൊരു നടപടി എടുക്കുക പറഞ്ഞാൽ ചെറിയൊരു കേസാണ് ഇട്ടിട്ടുള്ളൂ. അപ്പം അതിനായിട്ട് ഒരു വലിയൊരു നടപടി എന്തായാലും എടുക്കണം. അവർക്ക് സസ്പെൻഷൻ കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഇനിയും ആർക്കും എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇതിൽ അന്വേഷണം പോകേണ്ടത് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ അന്വേഷണം പോകണ്ട് എന്ന് പറയുന്നുണ്ട് ഞങ്ങളോട്. അത് പോകണ്ടെന്ന് നമുക്കറിയില്ല, നമുക്ക് കണ്ടാലേ അറിയുള്ളൂ. പക്ഷെ ഞങ്ങളോട് പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും ആവണില്ല. കാരണം 2-3 വിദഗ്ധ ഡോക്ടർമാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് എല്ലാ റിപ്പോർട്ടും എടുത്തിട്ട് പോയി. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു അന്വേഷണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വിനോദിനി വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. പരീക്ഷ 24-ാം തീയതി തുടങ്ങുകയുള്ളൂ. പഠിപ്പ് കുഴപ്പമൊന്നുമില്ല. അവള് ഇത് എന്തായാലും പഠിച്ചെടുത്തോളും. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പരീക്ഷ 24-ാം തീയതിയാണ്. എഴുതിക്കോളും. അവൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടത് കൈയാണ് ആ കുട്ടി പണ്ട് മുതലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എഴുതുന്ന പ്രശ്നമൊന്നും വരില്ല. 4ാം ക്ലാസ് ആണ് ഇപ്പോൾ. ഇനി ഇത് കഴിഞ്ഞാൽ വേറെ സ്കൂളിലേക്ക് പോകും. നമ്മൾ അസംബ്ലിയിലൊക്കെ പറയുമ്പോൾ ദിവസവും അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുമായിരുന്നു എപ്പോഴും വിനോദിനി. എന്തായാലും വളരെ സന്തോഷമായി. അവളുടെ ഭാവി ജീവിതം നന്നാകട്ടെ എന്നാണ് നമ്മളുടെ പ്രാർത്ഥന.